അപ്പോൾ ഗൈസ് ലെറ്റ്സ് ഗോ ടു ജബൽജീസ്. 1 2 3 4 5 6 വണ്ടികൾ. ഇതേ ഷാഹിൻ്റെ പനഗാലി, ജോർജിൻ്റെ സുസൂക്കി മൾട്ടിസ്റ്റാറുടെ ഫ്രണ്ടിൽ, അതിൻ്റെ മുന്നിൽ HR-ൻ്റെ ടൈഗർ പ്രൈം, HR വിത്ത് ടൈഗർ. കറക്റ്റ് പോലീസിൻ്റെ പുറകെ നമ്മളെല്ലാവരും. അപ്പോൾ ഗൈസ് മിഷൻ ജബൽജീസ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വ്ലോഗ്, അനദർ റൈഡ്. ഇന്ന് നട്ടപ്പാതിരക്ക് നമ്മൾ പണ്ട് പോയ പോലെ തന്നെ, കഴിഞ്ഞ ദിവസം പോലെ തന്നെ ജബൽജീസ് പോകാൻ പിടിക്കാം. അപ്പോൾ ഇന്നത്തെ കോസ്റ്റ്യൂം ഏതാണ്? സേഫ്റ്റി ഗിയർ ഒന്നും ഇട്ടിട്ടില്ല. ഇന്ന് അത്യാവശ്യം ബൈക്കുകൾ ഉണ്ടാവും. എന്തായാലും ജബൽജീസ് പോയി ഒരു ചായയൊക്കെ കുടിച്ച് തിരിച്ചു തരാം. സോ ലെറ്റ്സ് ഗോ. വണ്ടി നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് ഇവർ. താഴെ ഫ്ലോർ ക്ലീൻ ചെയ്ത സമയത്ത് വെള്ളമടിച്ച് നല്ല ക്ലീൻ ആയിട്ട് വണ്ടി. നൈസ്. പെട്രോൾ നമുക്ക് അവിടെ നിന്ന് അടിക്കണം. ബാക്കിയെല്ലാം നമുക്ക് പോകുന്ന വഴി നോക്കാം. ഇവിടെ അപ്പുറത്ത് ഒരു ഫാമിലി ഇറങ്ങിയിട്ടുണ്ട്. അതാണ് ഞാൻ മെല്ലെ സംസാരിക്കുന്നത്. അധികം ഒച്ചെടുത്ത് സംസാരിക്കുന്നില്ല, അവർക്കൊരു ബുദ്ധിമുട്ടാവണ്ട. നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുള്ള അവർക്ക് തോന്നണ്ട. ഓക്കെ, ലെറ്റ്സ് ഗോ. കാപ്പി കൂടെ അങ്ങ് പിടിക്കാം. എന്തായാലും വണ്ടി ഒന്ന് ക്ലീനായി. അപ്പോൾ ഗൈസ് ലെറ്റ്സ് ഗോ ടു ജബൽജീസ്. മിഡ് നൈറ്റ് റൈഡ്. അവിടെ തണുപ്പുണ്ടാവും എന്നുള്ള വലിയ പ്രതീക്ഷ കുറച്ചുണ്ടാവും. എന്തായാലും കുറച്ച് തണുപ്പ് എന്തായാലും ഉണ്ടാവും, ഇല്ലാതിരിക്കില്ല. അപ്പോൾ ഇന്നത്തെ പ്ലാൻ എന്ന് വെച്ചാൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ ഇന്ന് ഞാനുണ്ട്. പിന്നെ ഇതൊന്ന് ക്ലീൻ ചെയ്യേണ്ടി വരും അല്ലേ. നമുക്കവിടെ പെട്രോൾ സ്റ്റേഷനിൽ എത്തിയിട്ട് ഒന്ന് ക്ലീൻ ചെയ്യാം. അപ്പോൾ ഞാനുണ്ട്, പിന്നെ ഓഫ് കോഴ്സ് ഞാനാണല്ലോ ഞാനുണ്ട്. പിന്നെ ഒരു മിനിറ്റ് ഇവിടെ നിന്ന് പുറത്തിറങ്ങട്ടെ. അപ്പോൾ ഗൈസ് വെൽക്കം ടു അനദർ റൈഡ്. അപ്പോൾ ഇന്നത്തെ റൈഡിൽ ഞാനുണ്ട്, ദീപുണ്ട്, HR ഉണ്ടാവും, പിന്നെ അമിത്തും ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഷാഹിനുണ്ട്, പിന്നെ ബോബിച്ചൻ ചിലപ്പോൾ ഉണ്ടാവും. ഇത്രയും പേരുണ്ടാകുമ്പോൾ ബോബിച്ചനും ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ പോയി നോക്കാം. നമ്മുടെ വിൻഷീൽഡ് ഒന്ന്, അതായത് വണ്ടിയുടെ ഈ വൈസർ ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ അത് നമുക്ക് അവിടെ പെട്രോൾ പമ്പിൽ എന്തായാലും നമുക്ക് എണ്ണ അടിക്കാൻ നിർത്തണം. അപ്പോൾ എണ്ണ അടിക്കാൻ നിർത്തുമ്പോൾ അവിടെ നിന്ന് ക്ലീൻ ചെയ്യാം. അവരാരെങ്കിലും കയ്യിൽ ക്ലോത്ത് ഉണ്ടാവും. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഈ ഒരു ഇതിട്ടിട്ടുണ്ടെങ്കിൽ ക്ലീൻ ചെയ്യും. നമ്മുടെ ഹുഡിയുടെ കൈ കൊണ്ടങ്ങ് ക്ലീൻ ചെയ്യും. തിരിച്ചു വന്നിട്ട് അരക്കിയാൽ പോരെ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടക്കുക. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ റൈഡ് ചെയ്യുന്നത്, അത് മനസ്സിലാക്കണം. കാറ്റ് തണുപ്പുണ്ട് മക്കളെ. ഇറ്റ്സ് എ ഗുഡ് ഡേ, ഗുഡ് നൈറ്റ്. ഇറ്റ്സ് എ ഗുഡ് നൈറ്റ്. ഒന്നും എടുക്കാൻ മറന്നിട്ടില്ലല്ലോ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. പോയി നോക്കാം. അയ്യോ, ഇവിടെ എന്തൊക്കെ റോട്ടിൽ പോയിട്ടുണ്ട്. അയ്യോ, ഇവിടെ വലിപ്പിച്ച ചിലപ്പോൾ എന്നെ വലിപ്പിക്കും റോഡ്. നല്ല വെതർ. ഞാൻ ജാക്കറ്റ് ഇടാഞ്ഞത് എന്താന്ന് വെച്ചാൽ എന്താണ് ഇത് ചെയ്യണ്ടല്ലോ എന്ന് വെച്ചിട്ടാ. മറ്റേ എന്തായിരുന്നു ജാക്കറ്റ് ഇടാത്തത്, വിയർക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാ. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ജാക്കറ്റ് എടുക്കാമായിരുന്നു. കാരണം നല്ല തണുപ്പുണ്ട്, ഇവിടെ തണുപ്പുണ്ട്. അപ്പോൾ പിന്നെ ജബൽജീസിൽ പോയുള്ള അവസ്ഥ ആലോചിക്കും. അപ്പോൾ നമ്മൾ നേരെ പോകുന്നത്, അവരെല്ലാവരും അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ആരൊക്കെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെന്ന് അറിയില്ല. ആരൊക്കെ ഇറങ്ങേണ്ടടുത്ത് നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ നേരെ ചെന്നിട്ട് ഒരു പെട്രോൾ സ്റ്റേഷനിൽ പോകും. പെട്രോൾ സ്റ്റേഷനിൽ പോയിട്ട് അവിടെ വെയിറ്റ് ചെയ്യും. അവിടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് പിന്നെ അവരിട്ട് ജോയിൻ ചെയ്യും. പിന്നെ അവിടെ നമ്മൾ നേരെ ഡയറക്റ്റ്ലി ജബൽജീസ് പിടിക്കും. വൈസർ താത്തിടാം. വെറുതെ തണുത്ത കാറ്റ് കൊണ്ടിട്ട് ഇത് ചെയ്യണ്ടല്ലോ, എന്താ രോഗങ്ങളൊന്നും വരുത്തി വെക്കണ്ട. ക്യാമറയിലൊക്കെ എത്രത്തോളം ചാർജ് ഉണ്ടാവുമെന്ന് കണ്ടറിയാം, പോയി നോക്കാം. പക്ഷേ നമ്മുടെ ഇത് എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഫുൾ റൈഡ് ഇതിലെന്തായാലും എടുക്കാൻ പറ്റും. ഈ സാധനം എത്രത്തോളം ലാസ്റ്റ് ചെയ്യുമെന്ന് അറിയില്ല. പക്ഷേ നമ്മൾ ഇന്ന് ഫുള്ളായിട്ട് മൊത്തം ഓൺ ചെയ്ത് വെക്കാൻ പോകുന്നില്ല. മൊത്തം ഓൺ ചെയ്ത് വെച്ചാൽ ഏകദേശം 3 മണിക്കൂർ 4 മണിക്കൂറിൻ്റെ ഫുട്ടേജസ് ഉണ്ടാവും. ഇതെല്ലാം കൂടെ എയ്ബിൽ ഡൗൺലോഡ് ചെയ്ത് അവനിതെല്ലാം കൂടെ കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേനും 2-3 ദിവസം എടുക്കും മിക്കവാറും. അപ്പോൾ അതിനും നല്ലത് നമുക്ക് ആവശ്യത്തിന് മാത്രം എടുത്തിട്ട് സ്റ്റോപ്പ് ചെയ്യുക, പിന്നെ റെക്കോർഡ് ചെയ്യുക, പിന്നെ സ്റ്റോപ്പ് ചെയ്യുക, അങ്ങനെ ആ ഒരു രീതിയിൽ നീങ്ങാം. അല്ല ആ BMW അങ്ങ് ലൈന് ചേഞ്ച് ചെയ്യുക. ഞാൻ വരുന്ന അങ്ങനെ കണ്ടില്ല. അവിടെ ചെല്ലുമ്പോൾ നോക്കിയോ, ഇന്ന് ഞാൻ ജാക്കറ്റ് ഒന്നിട്ടില്ല. ഞാൻ അവിടെ ചെല്ലുമ്പോൾ എല്ലാം ജാക്കറ്റ് ഉണ്ടാവും. HR എന്തായാലും ഇട്ടുണ്ടാവും. HR ഹുഡിയോ അല്ലെങ്കിൽ ജാക്കറ്റ് ഉറപ്പാണ്. അപ്പോൾ നമുക്ക് പോകാനുള്ളത് ഇതേ പോകുന്ന വഴിക്ക് ലെഫ്റ്റ് സൈഡിൽ ഇപ്പോൾ ഒരു പമ്പ് കാണും. അവിടെയാണ് എത്താൻ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ നേരെ ചെന്ന് റൗണ്ട് അബൌട്ടിൽ നിന്ന് U-ടേൺ എടുത്തിട്ട് നമുക്ക് ആ പമ്പിൽ കയറണം. ആ പമ്പ് എനിക്ക് തോന്നുന്നു ഇത് കഴിഞ്ഞ് ഒരു റൗണ്ട് അബൌട്ടിൽ നിന്ന് സ്ട്രെയിറ്റ് പോയി അത് കഴിഞ്ഞിട്ടാണ് പമ്പ് വരുന്നത്. നോക്കാം.
അപ്പോൾ റൈഡ് ടീ റൈഡാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നേരെ മേലെ ചെന്ന് നമ്മുടെ ഇതിൻ്റെ ജബൽ ജയ്സിൻ്റെ മണ്ടയ്ക്ക് ചെന്ന് ഒരു ചായ കുടിച്ച് തിരിച്ചു വരും. അതാണ് പ്ലാൻ. ഇവിടെ എവിടെയൊക്കെയാണെന്ന് തോന്നുന്നു മണിപ്പാൽ യൂണിവേഴ്സിറ്റി. ഇവിടെ ഈ സൈഡ് മൊത്തം ഇത് അക്കാഡമിക് സിറ്റിയാണ് ഓഫ് കോഴ്സ്. അപ്പോൾ പിന്നെ എന്തായാലും യൂണിവേഴ്സിറ്റികളും കോളേജസും ഇവിടെ ഉണ്ടാവും. ഞാൻ ഈയിടെയായിട്ട് ഞാൻ ബാച്ചിലേഴ്സും മാസ്റ്റേഴ്സും കഴിഞ്ഞാണല്ലോ, പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടുണ്ട് ഫാർമസിയിൽ. എത്ര പേർക്ക് അറിയുന്നറിയില്ല, ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു വ്ളോഗിലൊന്നും. അപ്പോൾ ഞാനിപ്പോൾ ആലോചിച്ചു, പക്ഷേ ഇപ്പോൾ മ്യൂസിക് ചെയ്യുന്നതുകൊണ്ട് ഒരു മ്യൂസിക്കിൽ ഒരു മാസ്റ്റേഴ്സും കൂടെ എടുത്താലോ എന്നുള്ള ഒരു ചിന്ത ഉണ്ട്. ബെർക്ക്ലിയിൽ, അബുദാബി ബെർക്ക്ലി കോളേജ് ഓഫ് മ്യൂസിക് ഉണ്ട്. അപ്പോൾ അവിടുത്തെ പ്രോഗ്രാംസും ഫീസും കാര്യങ്ങളും എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. ഒരു ഡിഗ്രി എടുത്തു വെച്ചാൽ നല്ലതായിരിക്കും. ഇവിടെയാണ് അവന്മാർ എത്താന്ന് പറഞ്ഞത്. എനിക്ക് ഉറപ്പാണ് ഞാനായിരിക്കും ആദ്യം. അല്ല, ബൈക്കുകളുണ്ടോ അവിടെ? യെസ്, ഒരു വണ്ടിയാണത്. ഏതൊക്കെ വണ്ടി എത്തിയിട്ടുണ്ടോ അവിടെ? പോയേക്കാം. എണ്ണ എന്തായാലും അടിക്കണം. അപ്പോൾ ആദ്യം ചെന്ന് പമ്പിൽ നിന്ന് എണ്ണ അടിക്കാം, എന്നിട്ട് അവരെ ജോയിൻ ചെയ്യാം. എന്നിട്ടൊരു വെള്ളക്കുപ്പി വേണം, അല്ലെങ്കിൽ ചായ എന്തെങ്കിലും വേണം. ഓഫ്, നല്ല കാലാവസ്ഥ ഗൈസ്. ബൈക്കുള്ളവർ ഇറങ്ങൂ, വണ്ടിയെടുത്ത് ഇറങ്ങൂ. ഇപ്പോൾ ഇറങ്ങിയില്ലെങ്കിൽ നഷ്ടമാണ്, നഷ്ടം. അപ്പോൾ ഈ റൗണ്ട് അബൌട്ടും നമ്മളൊരു യൂട്ടേൺ എടുക്കും. യൂട്ടേൺ എടുത്തിട്ട് അവരെടുത്ത് ജോയിൻ ചെയ്യും. നമ്മുടെ ഷൂവിൻ്റെ ഉള്ളിൽ സോക്സ് പോലും ഇട്ടിട്ടില്ലേ? കാരണം സോക്സ് ഇട്ടായിരുന്നു ഇന്ന് മൊത്തം. സോക്സും ഷൂ ബൂട്ട് ഇട്ടിട്ടാണ് ഇന്ന് മൊത്തം നടന്നത്. അപ്പോൾ പിന്നെ ഞാൻ ഒന്ന് റിലാക്സ് ചെയ്തിട്ട് പോകാം. അപ്പോൾ ഞാനൊരു US പോളോയുടെ ഒരു ഇതുണ്ട്, മറ്റേ ക്യാൻവസ് ഷൂ, അതെടുത്തിട്ടു സോക്സ് ഇല്ലാണ്ട്. നീ കാണുന്നുണ്ട് ഈ സാധനം. അപ്പോൾ ഇത് സോക്സ് ഇല്ലാതെ ഇതെടുത്ത് ഇതിട്ടിട്ടാണ് പോക്ക്. പിന്നെ ഇതേ ഒരു ട്രാക്ക് സ്യൂട്ടും, പിന്നെ നമ്മൾ നേരത്തെ വീഡിയോ കണ്ടിട്ടുള്ള ഹുഡി. ആ ഹുഡി തേമു എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിന്ന് വാങ്ങിയത് കേട്ടോ. നാട്ടിൽ കിട്ടുമെന്നറിയില്ല, ഇവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും അറിയണ്ടാവും തേമു. ഇതപ്പോൾ പമ്പിലെത്തി. അവിടെ വണ്ടി കാണുന്നുണ്ടോ? വണ്ടികളൊന്നും കാണുന്നില്ലല്ലോ. ഇത് തന്നെയല്ലേ പമ്പ്? ഈ പമ്പിക്ക് എത്താന്നല്ലേ പറഞ്ഞത്? ഞാൻ തന്നെ ഉള്ളോ? ഇല്ല, ഏതോ വണ്ടി. ദീപ് എത്തിയിട്ടുണ്ട്. മൾട്ടിസ്ട്രാഡ് അവിടെ ഉണ്ട്. ബാക്കിയുള്ളത് എവിടെയാണോ? ബാക്കിയുള്ളവന്മാർ ആരും എത്തിയില്ലേ? അവനാണോ അത്? അതോ മക്ഡൊണാൾഡ്സ് കയറി എല്ലാവരും കൂടെ? നോ ഐഡിയ. ഹായ്, ഹൗ ആർ യു? ഹിയർ സൂപ്പർ ഫുൾ. ഇതൊന്ന് വണ്ടി കുറച്ച് നമുക്ക് അങ്ങോട്ട് ഫ്രണ്ടിലോട്ട്, പാർക്കിംഗ് ഒന്നും അവൈലബിൾ ഇല്ല. കുറച്ച് ഫ്രണ്ടിലോട്ട് എടുത്തിട്ട് അവിടെ ഇടാം. അപ്പം നിറച്ച് കുറേ പിള്ളേരുണ്ടല്ലോ ഇന്ന്. അതെ, ജോർജ് ഉണ്ട്, ഷാഹിൻ എത്തി. താങ്ക് യു. അപ്പോൾ അത് കഴിഞ്ഞു നമുക്ക് വണ്ടി എടുത്ത് അമ്മമാരുടെ അടുത്തോട്ട് പോകാം. ബാക്കാരും കൊണ്ടുപോയില്ലല്ലോ? അല്ല, ബാക്കാരും കൊണ്ടുപോകില്ലല്ലോ എന്ന് ചോദിക്കുക. മാലയൊക്കെ ഇട്ട് എന്താണ് എന്തുണ്ട് ഇത്? മാലയൊക്കെ ഇട്ട് ഇതാരോ? റാപ്പറോ? റാപ്പർ ഫ്രം കണ്ണൂർ. ചങ്ങലമാലയൊക്കെ ഇട്ട് ഇതുണ്ട്. സുഖം, സുന്ദരം. യെസ്, മൈ ഗോഡ്, സെലിബ്രിറ്റി ഇൻ ദ ഹൗസ്. ഇപ്പോൾ ഇത് ഇനി നമ്മൾ ഇവിടുത്തെ പരിപാടികൾ അംഗം കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് ബാക്കി കാണിക്കാം. ഇവിടുത്തെ അംഗങ്ങളൊക്കെ ഫോണിലെടുക്കാം. എന്താ കോണ്ടക്ട് വെച്ചിരിക്കുന്നത്? ഓ മൈ ഗോഡ്. ഇതിൻ്റെ ഉള്ളിൽ ലൈറ്റൊക്കെ ഉണ്ടോ? ഉള്ളിൽ ലൈറ്റൊക്കെ ഉണ്ടോ? എന്താ അപ്പോൾ നമ്മൾ അടുത്ത സ്വീകരണ സ്ഥലം ജബൽ ജയ്സ്. അപ്പോൾ ഗൈസ്, മിഷൻ ജബൽ ജയ്സ്. അപ്പോൾ നമുക്ക് സപ്പോർട്ട് വണ്ടിയുണ്ട്, ഡോഡ്ജ് റാം സപ്പോർട്ട് വണ്ടി ആയിട്ടുണ്ട്. 1, 2 എത്ര ബൈക്ക്? 1, 2, 3, 4, 5, 6 ബൈക്കും ഒരു ട്രക്കും. അതാണ് ഇന്നത്തെ റൈഡ്. ലെറ്റ്സ് ഗോ. ഷംബേ, നമ്മൾ ഇവരുടെ പുറകെ പിടിക്കാം. അപ്പോൾ ഗൈസ്, ലെറ്റ്സ് ഗോ ടു ജബൽ ജയ്സ്. അപ്പോൾ ജബൽ ജയ്സ് പോയി ചായ കുടിക്കാനാണ് ഇന്നത്തെ മിഷൻ ചായ. ദേ ഷാഹിൻ്റെ പനകാലി, ജോർജിൻ്റെ സുസൂക്കി, ഫ്രണ്ടിൽ ദീപിൻ്റെ അല്ലേ വണ്ടി? അതെ അതെ അതെ, മൾട്ടിസ്ട്രാഡ ഫ്രണ്ടിൽ. അതിൻ്റെ മുന്നിൽ HR-ൻ്റെ ടൈഗർ ട്രയംഫ്, പിന്നെ ബോബിച്ചൻ്റെ BMW. 1, 2, 3, 4, 5, 6 വണ്ടികൾ. 6 ബൈക്കും ഒരു ട്രക്കും.
അതാണ് ഇന്നത്തെ റോഡ് ട്രിപ്പ്. പൊളിക്കും. നല്ല വെതർ എന്ന് പറഞ്ഞാൽ നല്ല വെതർ, കിടിലം വെതർ, ബ്യൂട്ടിഫുൾ. പെടച്ച് പോകാഞ്ഞാൽ മതി, എനിക്ക് ഫൈൻ കിട്ടാൻ ഒരു താല്പര്യമില്ല. ദേവോ ക്യാമറ 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 ക്യാമറ. ഇപ്പോൾ ജോർജ് ഇപ്പോൾ ഹെൽമെറ്റ് തൊട്ട് കാണിച്ച ഒരു സൈൻ ഉണ്ടല്ലോ, അത് ക്യാമറയ്ക്ക് നമ്മൾ വാർണിംഗ് കൊടുക്കുന്ന എന്താ പറയുക ബൈക്കേഴ്സിൻ്റെ ആക്ഷനാണത്. കുറേ പേർക്ക് അറിയുണ്ടാവും ഓൾറെഡി. അവർ നല്ല പടച്ചു പോകുന്നുണ്ടല്ലോ. ജോർജ് പോട്ടെ. അപ്പോൾ ഇന്ന് സ്പോർട്സ് ബൈക്കുള്ള 2 പേരാണ്, ജോർജും ഷാഹിനും. പിന്നെ അങ്ങനെ കണ്ടാൽ പോരല്ലോ, 2 ബൈക്കോ, 2 ബൈക്ക്, അതും 4 അഡ്വഞ്ചറും. അപ്പോൾ BMW അതെ 4 അഡ്വഞ്ചറും 2 സ്പോർട്സ് ബൈക്കും. അതാണ് ഇന്നത്തെ ട്രിപ്പ്. ഇതാണ് ജോർജ് പറഞ്ഞ ക്യാമറ. ഇനി മിക്കവാറും വലിപ്പിച്ചു വിടും. ദേ പോകുന്നു ബോബിച്ചൻ. ബോക്സും കാര്യങ്ങളും എല്ലാം വെച്ച് ഫുൾ സെറ്റിൽ ബോബിച്ചൻ. നമുക്ക് ആ ഒരു എന്താ പറയുക ബോബിച്ച് വീഡിയോ എടുക്കും കേട്ടോ, റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബോബിച്ചിട്ട് വണ്ടി 90 സ്പീഡ്. അപ്പോൾ ഒരു 120 110 വരെ പോവും, 110 വരെ പോവാം. അതേ ഒരു ഫ്ലൈറ്റ് ദൂരെ, ഒരൊറ്റ ഒരു വെളിച്ചത്തിൻ്റെ ഒരു പൊട്ട് ഇതേ വരുന്നു, ഫ്ലൈറ്റാണത്. അപ്പോൾ നമ്മൾ ഈ പിടുത്തം നേരെ പിടിച്ച് ഹൈവേക്ക് അങ്ങ് കയറും. ഹൈവേ കയറി പിന്നെ ഒരു നേരെ സ്ട്രെയിറ്റ് പിടിയാം. ഹൈവേ കയറുന്ന വരെ ഈ പോക്ക് അങ്ങനെ പോവും. ഹൈവേ പോയി ഇവർ എനിക്കത് നല്ല പറപ്പിച്ച് വിടും. കവനീജ് വർസാൻ. അത് ഇവിടുന്ന് നമുക്ക് റൈറ്റ് എടുക്കണം. ഇല്ല അവർ സ്ട്രെയിറ്റാണ് പോയത്. സ്ട്രെയിറ്റ് പോയിട്ട് അവിടുന്ന് അവിടെ ഒരു സിഗ്നൽ ഉണ്ട്, അവിടുന്ന് ലെഫ്റ്റ് എടുക്കണം, അവിടുന്ന് റൈറ്റ് എടുക്കണം. എപ്പോഴും ഒരു ചെറിയ മനസ്സിലൊരു ചെറിയ പേടിയാണ് വണ്ടി ലീൻ ചെയ്യുമ്പോൾ. സ്കിഡാവോ എന്നുള്ളൊരു തോന്നൽ. എല്ലാവരും പറയാറുള്ളത് ഇതാണ്. അതായത് ഈ വണ്ടികളൊക്കെ നിർമ്മിച്ചപ്പോൾ ഇതെല്ലാം ടെസ്റ്റിങ് കഴിഞ്ഞ് വന്നതാണ്. ഇതൊക്കെ ഇങ്ങനെ കുറച്ച് അത്യാവശ്യമൊക്കെ ലീൻ ചെയ്യാൻ വേണ്ടി പറ്റുന്ന വണ്ടികളാണ്. അപ്പോൾ ആ മൈൻഡിലുള്ള ഒരു ബ്ലോക്കാണത്, ഒരു പേടി. ഓക്കെ, ഇതാണ് നമ്മൾ പറഞ്ഞ സിഗ്നൽ. ഇതിലേക്ക് 2 പേരെ ബൈക്കുള്ളല്ലോ ഇവിടെ, 3 പേരെ ബൈക്ക്. ആരോ അപ്പോൾ നേരത്തെ കയറിപ്പോയല്ലോ. ഇതേ ഒരു ഹാർലി പോകുന്നു ഫ്രണ്ടിൽ, വലിയ ഹാൻഡിൽ ബാറൊക്കെ വെച്ചൊരു ഹാർലി. ലെറ്റ്സ് ഗോ ബോയ്സ്. ഇതാണ് മോനെ ബോയ്സിന്റെ ഫൺ. 2 വീൽസ്, ഡേഞ്ചർ, റിസ്ക്, സ്പീഡ്, അഡ്രിനാലിൻ, അതിൻ്റെ ഇടയിൽ കൂടെ ഫൈനും. ക്യാമറ ഉണ്ട് അവിടെ ഇവിടെ ക്യാമറ. അവന്മാർ സ്ലോ ആക്കുമ്പോൾ നമുക്ക് സ്ലോ ആക്കാം, അതുവരെയൊക്കെ നമുക്ക് തള്ളിവിടാം. നമ്മൾ 611ക്കാണ് കയറാൻ പോകുന്നത്. ഈ പിടി നേരെ പിടിച്ച് 611 ജോയിൻ ചെയ്യും. 611 ജോയിൻ ചെയ്തിട്ട് പിന്നെ നേരെ സ്ട്രെയിറ്റ് ടു ജബൽ ജയ്സ്. അതിൻ്റെ ഇടയിൽ നിർത്താൻ ചാൻസ് ഇല്ല. എൻ്റെ കണക്കൂട്ടുകളൊക്കെ അനുസരിച്ച് മനസ്സിലായില്ലേ. ആഹാ, വരിയായിട്ട് പോകുന്നു. കുറേ കാലം ഇതുപോലെ ഒരു ഗ്രൂപ്പ് റൈഡ് പോയിട്ട്. ജോർജ് കുറേ ബാക്കിലാന്ന് തോന്നുന്നല്ലോ. ഞാൻ പറഞ്ഞില്ല HR ജാക്കറ്റ് ഇട്ട് വരുന്നു. HR ജാക്കറ്റോ അല്ലെങ്കിൽ ഹുഡിയോ ഒന്ന് ആശാൻ ജാക്കറ്റ് ഇട്ടെത്തി. ഇതേ പോകുന്നു മൾട്ടിസ്ട്രാഡ. ബൈക്കുകൾ വരിയായി കർവ് എടുക്കുന്നതാണ്. പനികാലി, ഷാഹിൻ്റെ പനികാലി. പക്ഷേ ഈ വണ്ടി ഈ പനികാലി കുറച്ചുകൂടെ എന്താ പറയുക കംഫർട്ടാണോന്ന് കേട്ടെ, ഓടിക്കാൻ കുറച്ചുകൂടെ സുഖമാണോന്ന് കേട്ടിരുന്നത്. വലിയ ക്ഷീണം എടുക്കില്ല. അന്ന് എന്നോ ഒരു ദിവസം നമ്മൾ റൈഡിന് പോയപ്പോൾ ദീപ് പറയുന്നുണ്ട്, വീഡിയോ തന്നെ ഉണ്ടെന്ന് തോന്നുന്നത്. അവൻ അന്ന് ഈ വണ്ടി എടുത്തിട്ട് ഒരു പ്രാവശ്യം നമ്മൾ റൈഡ് പോയിട്ടുണ്ട്, ഒരു വീഡിയോയിലുണ്ട്. ഓക്കെ, വെൽക്കം ടു 611, ദ പുതിയ എമിറേറ്റ്സ് റോഡ്, ദ ന്യൂ എമിറേറ്റ്സ് റോഡ്. ആഹാ, ദ ജോയ് ഓഫ് റൈഡിങ് ബേബി. The fun, the joy, the happiness, the freedom, the everything. അപ്പം ഇനി നേരെ നമ്മൾ സ്ട്രെയിറ്റ് പിടിക്കുക. ബാക്കിൽ എനിക്ക് തോന്നുന്നു ജോർജിനെ കൂട്ടിയിട്ട് ബാക്കിൽ 2 ലൈറ്റ് കാണുന്നുണ്ട്, നല്ല ലൈറ്റ് കാണുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരെണ്ണം ഫ്രണ്ടിലുള്ള ജോർജിൻ്റെ വണ്ടി ആയിരിക്കും. ബാക്കിലുള്ളത് ഒരു പള്ളിപ്പെരുന്നാൾ വരുന്നുണ്ടല്ലോ.
ആ ബോബിച്ചൻ ബാക്കില്ല, വെറുതെ ഇത് ബോബിച്ചൻ വണ്ടിയായിരിക്കും മിക്കവാറും. ജോർജ് അല്ല, ദീപുവിന് വണ്ടി. വരി 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 വരിയായി പോകുന്ന ബൈക്കുകൾ. അതേ പോകുന്ന ദീപു. ജോർജ് ഫ്രണ്ടിൽ, ജോർജിൻ്റെ പിന്നിൽ HR, ജോർജിൻ്റെ ജിക്സർ, ജോർജിൻ്റെ ഫ്രണ്ടിൽ HR. ലൈറ്റ് കാണിക്കുന്നുണ്ടല്ലോ. ദീപമാണ്, ദീപമാണ്. എക്സിറ്റ് മാറിയോ? അല്ലെങ്കിൽ അടുത്ത എക്സിറ്റ് ആയിരിക്കും എടുക്കാനുള്ളത്. മാൻ എന്താ പറയുക, ഇതാണ് മൂഡ്. കണ്ടില്ലേ, പല ടൈപ്പ് ബൈക്കുകൾ, പല ടൈപ്പിൽ ജീവിതത്തിൽ നിന്ന് വന്ന ആളുകൾ, പക്ഷെ യുണൈറ്റഡ് വിത്ത് 2 വീൽസ്. ഇതൊരു എന്താ പറയുക, ഇതൊരു ബ്രദർഹുഡാണ്, ബ്രദർഹുഡ്, റൈഡിങ് ബ്രദർഹുഡ്. നമ്മുടെ ഗോപ്രോ ഏകദേശം മിക്കവാറും കുറച്ച് കഴിഞ്ഞാൽ ഗോപ്രോയുടെ വെടി തീരാറാവും. ഗോപ്രോയുടെ വെടി തീരാറാവുമ്പോഴേക്കും നമുക്ക് നല്ല നൈസായിട്ട് ബ്രേക്ക് എടുക്കേണ്ടി വരും. നമ്മുടെ ഷാഹിൻ്റെ ഡുക്കാട്ടി. ഞാൻ കുറച്ച് ഫ്രണ്ടിൽ പോയിട്ട് നമ്മുടെ ഇവൻ്റെ ഇത് കാണിച്ചു തരാം. അയ്യോ, HR വിത്ത് ഹിസ് ടൈഗർ പോകുന്നു. HR പറക്കുക ടൈഗർ കൊണ്ട്. ഇനി അടുത്തത് ബാക്കിലാരെ വരുന്നു നോക്കാം. ജോർജിൻ്റെ വണ്ടിയുടെ കുറച്ച് ക്ലിപ്പ് കിട്ടിയില്ല. ജോർജിന് വണ്ടി എടുക്കണം. അതെ പോകുന്നു ജോർജിൻ്റെ. അതാണ് നമ്മൾ പണ്ട് ഈ റൈഡ് പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ടൈറ്റിൽ തന്നെ എന്തോ ജിക്സർ GSXR എന്നായിരുന്നു, സുസുക്കി GSXR. ഇതാണ് ജോർജിൻ്റെ ആ വണ്ടി. ആശാൻ ലൈസൻസ് ഒക്കെ എടുത്ത്, അന്ന് ആശാൻ ലൈസൻസ് കിട്ടിയില്ല, അപ്പോൾ അതുകൊണ്ട് ഈ വണ്ടി ദീപിൻ്റെ കയ്യിലായിരുന്നു. ഇപ്പോൾ ലൈസൻസ് എല്ലാം സെറ്റായി ആശാൻ റൈഡിങ്ങിൽ ഇറങ്ങി. അങ്ങനെ ജോർജും ബൈക്കറായി. ഇനി ആരുടെ? ഇനി ദീപുവിൻ്റെ വണ്ടി ക്ലിപ്പ് എടുക്കണ്ടല്ലോ. ദീപുവിൻ്റെ വണ്ടി കാണിക്കാണ്ട്. പിന്നെ ബോബിച്ചൻ. ഓഹോ, ബോബിച്ചൻ മഞ്ഞ ലൈറ്റൊക്കെ ഇട്ട് കാണിക്കും. ഈ ടൈഗർ നല്ല പൊക്കമുണ്ടല്ലോ വണ്ടി. നമ്മുടെ വണ്ടി ടൈഗർ ഒരേ പൊക്കമാണോ? HR ആ സൈഡിൽ കൂടെ കൊത്തി കെട്ടിക്കൊണ്ട് കാച്ചി. ഈ എക്സിറ്റ് ആണോ നമുക്ക് എടുക്കാനുള്ളത്? അതോ എക്സിറ്റ് മിസ്സായോ? ട്രക്കുകൾ പോകുന്നു. രാത്രി ട്രക്കിൻ്റെ സമയമാണ്. അതിന് രാത്രി ഡ്രൈവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണത്, റൈഡ് ചെയ്യുമ്പോൾ. കാരണം രാത്രിയാണ് ഒരുവിധം ട്രക്കുകളെല്ലാം പുറത്തിറങ്ങുന്ന സമയം രാത്രിയാണ്. നേരെ പിടിക്കാം. അത് കണ്ടോ മോസ്ക്. ഇതാണ് ഷാർജ. ഇതിന് ഗ്രാൻഡ് മോസ്ക് എന്നാണോ പറയാന്നറിയില്ല. ഷാർജ ഇവിടെ അറിയപ്പെടുന്ന ഒരു മൈൽ സ്റ്റോൺ ആണ്. ഇപ്പോൾ ആളുകളൊക്കെ പോകുമ്പോൾ ആ പള്ളിയുടെ സിഗ്നൽ അല്ലെങ്കിൽ പള്ളിയുടെ ബ്രിഡ്ജ് എന്നാണ് പറയുക. ഇതാണ് ആ പള്ളി, ഷാർജ മോസ്കിൻ്റെ ബ്രിഡ്ജ് എന്ന് പറയുന്ന ആ വലിയ മോസ്കാണ് ഈ കാണുന്നത്. നല്ല നൈസല്ല. അവിടെ നമ്മൾ പോയിട്ടില്ല. അതിന് അങ്ങോട്ട് മോസ്കിലേക്ക് എന്ന് വെച്ചിട്ട് പോയിട്ടില്ല. ഇതുപോലെ ഇങ്ങനെ പാസ് ചെയ്ത് പോകുമെന്നല്ലാതെ വേറൊന്നും ചെയ്തില്ല. ഇതേ പോകുന്നു ഷാഹിനും കയ്യിൽ വലിയ ടാറ്റോ ഒക്കെ അടിച്ചിട്ടുണ്ട് ഫുൾ. അതായത് ഹാഫ് ആം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ. എന്ത് വെതറടാ. വെരി നൈസ്. അപ്പോൾ ഇനി നമുക്ക് നേരെ ജബൽ ജയ്സ് പിടിക്കാം. ഇനി സ്ട്രെയിറ്റ് വേറെ സ്റ്റോപ്പുകളൊന്നും ഇല്ല ഇന്ന് പോകുന്ന വഴിക്ക്. അപ്പോൾ ഇനി നേരെ സ്ട്രെയിറ്റ് ടു ജബൽ ജയ്സിനെ ആവും. അപ്പോൾ നേരെ നമുക്ക് അങ്ങോട്ട് വെച്ച് പിടിക്കാം. ലെറ്റ്സ് ഗോ ബോയ്സ്. അവർ പുറകിൽ വണ്ടി നിർത്തിയിട്ടുണ്ട്, എന്താണെന്നറിയില്ല. നമുക്കും ഹസാർഡ് ലൈറ്റുണ്ടല്ലോ. യെസ്, എനിക്കൊന്ന് ബോബിച്ചനാണ് വണ്ടി പാർക്ക് ചെയ്തത്. ഇല്ല കുഴപ്പമൊന്നുമില്ല, വണ്ടി നീങ്ങുന്നുണ്ടല്ലോ. കാണുന്നില്ല. എടുത്തോ വണ്ടി എടുത്തോ. എനിക്ക് സംഗതി എന്താണെന്നറിയില്ല, പക്ഷെ വണ്ടി എടുക്കാൻ പറഞ്ഞു. അപ്പോൾ എന്തെങ്കിലും ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാവും. ലെറ്റ്സ് ഗോ. ഇതങ്ങ് പിടിക്കാം. ഒരു ചെറിയ സ്റ്റോപ്പ്, പിറ്റ് സ്റ്റോപ്പ്. ഒരു ഏതാനും ഇത് മാത്രം, എന്താണ്, സെക്കൻഡുകൾ മാത്രം ഒരു സ്റ്റോപ്പ് ചെയ്തു. അത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല.
ഫ്രണ്ടിൽ ബോബിച്ചൻ, ഏറ്റവും പുറകിൽ ദീപു. ഇതാണ് നമ്മുടെ എന്താ പറയുക, ലൈനപ്പ്. യെസ്, അതാണ് വേർഡ്, ലൈനപ്പ്. അപ്പോൾ നമ്മൾ യാത്ര തുടരുകയായി. അവിടെ ഒരു ചെറിയ ഒരു ബ്രീഫ് സ്റ്റോപ്പ് ചെയ്തു. എന്തിനാന്ന് പിന്നെ അവിടെ എത്തിയിട്ട് നമുക്ക് ചോദിക്കാം. പക്ഷേ നമ്മൾ യാത്ര തുടരുകയായി. എന്താണെന്ന് അറിയില്ല, വളരെ കുറച്ച് സെക്കൻഡുകൾ മാത്രം. അപ്പോൾ ഇനി നേരെ അഗെയിൻ ബാക്ക് ടു ജബൽ ജെയ്സ് റൂട്ട്. ലെറ്റ്സ് ഗോ. இன்பம் யாவுமே நாளையோர் அர்த்தம் காட்டுமே. வாழாயன் வாழ்வை வாழவே தாழாமல் மேலே போகிறேன். தீரா உள்ளூற்றை தீண்டவே இன்றே இங்கே மீழ்கிறேன். അപ്പോൾ അതെ, നമ്മൾ കയറ്റം കയറുകയായി. ഇവിടെ ഒന്ന് ഹോൾട്ട് ചെയ്യുവാണ്. ഒരു റെസ്റ്റ് സ്റ്റോപ്പ് ബിഫോർ ദ ക്ലൈംബ്. നമ്മൾ എന്നും ചെയ്യുന്ന പോലെ തന്നെ മുകളിലോട്ട് കയറുന്നതിന് മുന്നേ ഒരു ചെറിയ ബ്രേക്ക്. അപ്പോൾ ഒരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് ബാക്കി. എന്തോ ചെയ്തിട്ടുണ്ട്, നല്ല കാര്യമായിട്ട് തുറന്ന് വീട്ടിൽ കാണിക്കില്ലല്ലോ, വീട്ടിൽ കാണിക്കില്ല. അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് കഴിഞ്ഞു. ഇത് വൈബാണ്, എല്ലാവരും കൂടെ നിർത്തി കത്തിയൊക്കെ അടിച്ച് പ്രത്യേക രസം. അപ്പോൾ അടുത്ത സ്വീകരണ സ്ഥലത്തോട്ട് നീങ്ങാം, നേരെ മുകളിലോട്ട്. ഇതിനിപ്പോൾ ഈ ക്യാമറ ഇപ്പോൾ ഓണാക്കുന്നില്ല, കാരണം വലിയ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ഇറങ്ങുമ്പോൾ ഓണാക്കണം. കാരണം ഇറങ്ങുമ്പോൾ നമ്മൾ ബാക്കിലേക്കുള്ള വ്യൂ നല്ല രസമായിരിക്കും. കയറുമ്പോഴാണ് ഇറങ്ങുമ്പോഴാണ് അത് രസം. ഇപ്പോൾ ഈ ഒരു ക്യാമറ മതി തൽക്കാലത്തേക്ക്. ഇത് വെച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ആരാ അത്? അൾട്ടിമ. നമുക്ക് അവർ വരട്ടെ. ഓക്കെ, ഇതൊന്ന് ഓൺ ചെയ്യാം. എത്ര ചാർജ് ഉണ്ടെന്ന് അറിയില്ല, തീരാറായി ഏകദേശം. ഇല്ല, ബാറ്ററി കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ മേലെ പോയിട്ട് അത് നോക്കാം. ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇത് വെച്ചിട്ട് ഓടാം. ഇതെന്തോ ഗോൾഡ് വിങ്ങിൻ്റെ എന്തോ ലോഞ്ചോ അങ്ങനെ എന്തോ ആയിരുന്നു എന്ന് ആരോ പറഞ്ഞു. എന്താ സംഗതി എന്നാവും. ഈ സാധനം നമ്മൾ ഊരേണ്ടി വരും, കാരണം ഇതിപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ഇതിൻ്റെ എലൻകി അല്ലേ ഇത്? അത് എലൻകി തന്നെ. സാധനം ഊരാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഊരി വെക്കണം, അതിൻ്റെ ആവശ്യമില്ല. കാരണം നമ്മുടെ കയ്യിൽ പഴയ ഫോണായിരുന്ന സമയത്ത് അതിൻ്റെ കേസ് ഉണ്ടായിരുന്നു. ഇത് കേസ് ഇല്ലാതെ ഇത് വർക്ക് ചെയ്യില്ല. അപ്പോൾ പിന്നെ ഇത് മാറ്റി വെക്കണം. ഓക്കെ, വണ്ടികൾ നീങ്ങാൻ തുടങ്ങി. ലെറ്റ്സ് ഗോ. അപ്പോൾ ഗൈസ്, നമ്മളിനി ക്ലൈംബ് തുടങ്ങുവാണ്. മുകളിലോട്ട്, നേരെ മുകളിലോട്ട്. വിൻഷീൽഡ് അല്ല, എഗെയിൻ വിൻഷീൽഡ് അല്ല, വൈസർ ഹെൽമെറ്റ് വൈസർ അടച്ചു. അത് പോന്നു ഷായന് വണ്ടി കിടത്തണം എന്നാ പറഞ്ഞേ. ലെറ്റ്സ് ഡു ദീസ്. അയ്യോ, ആ രണ്ട് വണ്ടി അടുത്തടുത്ത് ഒരു ഗ്യാപ്പ് ഇട്ട് ഓടിച്ചാൽ എല്ലാവർക്കും സേഫാണ്. ലെറ്റ്സ് ഗോ. അപ്പോൾ ഇനി നമ്മൾ മുകളിലോട്ടുള്ള കയറ്റം തുടങ്ങുവാണ്. ഇവിടെ ക്യാമറ ഉണ്ടോ എന്നുള്ളത് എനിക്ക് വലിയൊരു ഉറപ്പില്ല. എന്തായാലും കയറുക.
പക്ഷെ അവരെ കൂടെ പിടിച്ചാൽ സ്പോർട്സ് ബൈക്കാണെങ്കിൽ കുറച്ചും കൂടെ നൈസാണ് കർവ് എടുക്കാൻ. ഈ വണ്ടിയും കൊണ്ട് എത്രത്തോളം പ്രാക്ടിക്കലാണ് എന്ന് പറയാൻ പറ്റില്ല. ഓ, ബാക്കിലത്തെ ഹെഡ്ലൈറ്റ്, ബൈക്കിൻ്റെ ബാക്കിൽ വരെ ഹെഡ്ലൈറ്റാണ്. ക്യാമറ ഇല്ലാഞ്ഞാൽ മതി, അത്രയേ ഉള്ളൂ. ഫൈൻ ഇനി അടക്കാൻ എന്നെ കൊണ്ട് വയ്യ. ഇതേ പോകുന്നു മൾട്ടിസ്ട്രാഡ. ബാക്കി എല്ലാവരും പുറകെയുണ്ട്. എല്ലാവരും കത്തിച്ച് വിടുവാണ്. ക്യാമറ ഇല്ലെന്നാണ് തോന്നുന്നത്. ഈ പോക്ക് പോകുന്നത് കണ്ടിട്ട് ക്യാമറ ഇല്ലാന്ന് തോന്നുന്നു. ആ, ഇവിടെ സ്ലോ ആക്കിയല്ലോ എല്ലാവരും. ക്യാമറ ഉണ്ടോ? വെറുതെ സ്ലോ ആക്കിയതാണ് നമ്മൾ. ഈ സൈഡ് പിടിക്കാം നമുക്ക്. അപ്പോൾ നേരെ ഇനി മുകളിലോട്ട്. ഇതിൻ്റെ ഒരു ഫുൾ ക്ലൈംബ് നമ്മൾ വേറൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ജബൽ ജയ്സ് വീഡിയോയിൽ ഇത് അൺകട്ട് വേർഷൻ ചെയ്തിട്ടുണ്ട്. അതായത് ഇത് മുകളിലോട്ട് കയറുന്ന വിത്തൗട്ട് ബ്രേക്ക് ഒരു ഫുൾ സ്ട്രെച്ച്. അപ്പോൾ അത് ആർക്കെങ്കിലും കാണാൻ, ഇതിൻ്റെ ഫുള്ള് ക്ലൈംബ്, ഇത് മുകളിലോട്ട് എങ്ങനെയാണ് ഫുൾ ക്ലൈംബ് എന്ന് കാണാൻ താല്പര്യമുള്ളവർ ആ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്തോ. ജബൽ ജയ്സ് റൈഡ് എന്നോ അങ്ങനെ എന്തോ ആണ് ആ വീഡിയോയുടെ പേര്. അതിൻ്റെ തംബ്നെയിൽ ഇപ്പോൾ ഇതിൽ സ്ക്രീനിലിടും. അപ്പോൾ നമ്മൾ നേരെ ഇനി മുകളിലോട്ട് പിടിക്കണ, നേരെ ചെന്നിട്ട് ചായയോ എന്തെങ്കിലും കഴിക്കാനോ എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ട് അവിടെ കുറച്ച് ചില്ല് ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട്. ഇപ്പോൾ സമയം എന്തായി? 1:48, 2 മണിയാണ് ഇപ്പോൾ സമയം. ഇത് ക്യാമറയാണോ? അല്ല, 2 മണിയാണ് സമയം. അപ്പോൾ നേരെ നമുക്ക് മുകളിലോട്ട് പിടിക്കാം. ഇനി നമുക്ക് മേലെ എത്തിയിട്ട് നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ അതേ നമ്മുടെ സ്വീകരണ സ്ഥലം എത്തിയിരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ജബൽ ജയ്സിൽ വന്നപ്പോൾ നിർത്തിയ സെയിം ഏരിയ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഇനി ചായയൊക്കെ കുടിച്ച് ചില്ല് ചെയ്ത് എനർജിയൊക്കെ വരുത്തി എന്നിട്ട് നമ്മൾ അടുത്ത സ്വീകരണ സ്ഥലത്തോട്ട് നീങ്ങുന്നതാണ്. അപ്പോൾ അതുവരേക്കും നമ്മൾ ഇവിടെ ചില്ല് ചെയ്യുന്നതാണ് ഫോർ ദ ടൈം ബീയിങ്. ഇവരിവിടെ ഓൾറെഡി എത്തിയോ? അപ്പോൾ ഇനി ഇവിടുന്ന് ചായ. അല്ല, ഇങ്ങനെ പമ്പിലാക്കണ്ടേ? എനിക്കാണെങ്കിൽ ചടപടയുന്ന എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ പെട്ടെന്ന് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഇത് ഓണാക്കി കഴിഞ്ഞാൽ കുറച്ച് നേരം സ്റ്റക്ക് ആയി. 16 എടുത്താൽ മതി, എല്ലാം തിരിച്ചു തീരുമാനം കിട്ടും. വണ്ടി ഗിയർ മാത്രമേ ഉള്ളൂ. അത് കിട്ടുന്നു. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. നമ്മൾ പമ്പിൽ നിർത്തും. അപ്പോൾ അങ്ങനെ ജബൽ ജയ്സ് ചായ ഇവിടെ നിന്ന് തീർന്നു. ഈ അടുത്ത സ്വീകരണ സ്ഥലം നമ്മൾ പമ്പാണ്. പമ്പിലെത്തണം. അത് അടച്ചിടാം. നല്ല തണുപ്പ്. ഫോഗും വരുന്നുണ്ട് ഇത് അടച്ചിട്ടിട്ട്. പമ്പിൽ നിർത്തണം, കാരണം പെട്രോൾ അടിക്കണം ഓഫ് കോഴ്സ്. അത് കഴിഞ്ഞ് അടുത്ത സ്വീകരണ സ്ഥലത്തോട്ട് നമ്മൾ നീങ്ങും. നിങ്ങൾക്ക് ബാക്കിൽ ഇതിന് വല്ലതും കാണുന്നുണ്ടോന്നോ? ഗോപ്രോയിൽ. ഓ, അവരുടെ ലൈറ്റ് ബോബിച്ചൻ്റെ ആണോ ദീപിൻ്റെ ആണോ ലൈറ്റ്? മഞ്ഞ ബോബിച്ചൻ്റെ ആണെന്ന് തോന്നുന്നു. അപ്പോൾ നല്ല മട്ടൺ കബാബ് കഴിച്ചു. മട്ടൺ കഴിക്കാത്ത ഞാൻ മട്ടൺ കബാബ് കഴിച്ചു. ഇതേ പോലീസ് വണ്ടി, ഇതേ പോകുന്നു പോലീസ് വണ്ടി. അപ്പോൾ നമ്മൾ മട്ടൺ കബാബ് കഴിച്ചു. മട്ടൺ കബാബും കഴിച്ചു. ലുക്കൈമാത്ത് കഴിച്ചു. തണുപ്പ് തണുപ്പ് തണുപ്പേ തണുപ്പ് തണുപ്പേ തണുപ്പ് തണുപ്പേ. ഇന്നത്തെ ചുരുക്കി പറഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ ഉറക്കം കട്ടപ്പുറത്ത് കയറി. ബാക്കി എന്തെല്ലാം സംഭവിക്കുക എന്നുള്ളത് ചെന്നിട്ട് ഉറക്കം വന്നാൽ ഉറങ്ങണം. പക്ഷെ എൻ്റെ നടു കുറച്ച് വേദനിക്കുന്നുണ്ട്. എന്തായാലും ഉറങ്ങേണ്ടി വരും. ബോഡിക്ക് ഉറക്കം വേണ്ടി വരും. കാരണം ഇന്ന് തന്നെ ടെക്നിക്കലി ഇപ്പോൾ 3:30 എത്ര സമയമായി? 3:45 ആയി. വീട്ടിലെത്തുമ്പോൾ ഒരു 5 മണിയാവും. 4 മണി, അതെ 5 മണി എന്തായാലും ആവും. അപ്പോൾ ചെന്നിട്ട് ഉറങ്ങാൻ സമയം കിട്ടുവാണെങ്കിൽ, ഉറക്കം വരുന്നുണ്ടെങ്കിൽ, മൂടുണ്ടെങ്കിൽ ഒന്ന് ഉറങ്ങാം. ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഉണർന്നിരുന്നിട്ട് ഉച്ചക്ക് നല്ലൊരു ബിരിയാണി കഴിച്ച് അപ്പോൾ ഒരു ഉറക്കം വരുമല്ലോ. ഈ ബിരിയാണി കഴിച്ച് കഴിഞ്ഞാൽ ഉടനെ ഒരു ഉറക്കമുണ്ടല്ലോ, ആ ഒരു ഉറക്കം വരുന്ന സമയത്ത് നല്ലൊരു ഉറക്കം ഉറങ്ങിയേക്കാം.
അങ്ങനെ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ചെയ്യാം, നോക്കാം. വീട്ടിലെത്തിയിട്ട് ബാക്കി എന്താ അവസ്ഥ നോക്കാം. പക്ഷേ ആദ്യം നമുക്ക് പെട്രോൾ അടിക്കണം. എനിക്ക് തോന്നുന്നു പെട്രോൾ നമുക്ക് ഹാഫ് ടാങ്ക് ഉണ്ട് ഇനിയും, വലിയ പ്രശ്നം വരാൻ ചാൻസ് ഇല്ല. പക്ഷെ എന്നാലും അടിച്ചിട്ടേക്കാം. കാരണം എപ്പോഴാണ് ഇനിയിപ്പോൾ അടുത്ത റൈഡ്, ഇപ്പോൾ വിൻ്റർ ആയില്ലേ, റൈഡോട് റൈഡായിരിക്കും. പോലീസ് എല്ലാവരും സൈലൻ്റ്. ഇപ്പോൾ എക്സോസ്റ്റൊക്കെ ഒരു മയത്തിലായിരിക്കും ഇപ്പോൾ ഓടിക്കുന്നത് പോലീസിനെ കണ്ടുകൊണ്ട്. അതുപോലെ തന്നെ ലൈറ്റ്, അനാവശ്യ ലൈറ്റുകളെല്ലാം ഓഫ് ചെയ്തിട്ടുണ്ടാവും. കാരണം ഇപ്പോൾ സംസാരിച്ചിടത്തോളം ഷാർജയിലൊക്കെ വൻ വേട്ടയാണെന്ന് കേട്ട്. അതായത് എക്സോസ്റ്റ് സൗണ്ടും അതുപോലെ ഭയങ്കരമായിട്ട് ലൈറ്റും കാര്യങ്ങളും വെച്ചതിനൊക്കെ ഫൈൻ കൊടുക്കുന്നുണ്ടെന്ന് കേട്ടെ. അപ്പോൾ എല്ലാവരും ഒന്ന് സൂക്ഷിച്ചിട്ടാണ്. നമുക്ക് പിന്നെ അതൊന്നും കസ്റ്റം എക്സോസ്റ്റ് ഇല്ല, സ്റ്റോക്ക് എക്സോസ്റ്റ് ആണ്. അതിൻ്റെ കൂടെ ആകെ 2 കുഞ്ഞു മറ്റേ ഫോഗ് ലാമ്പ് എക്സ്ട്രാ ഫിറ്റ് ചെയ്തിട്ടുണ്ട് നല്ലത്. അതിൽ കൂടുതലൊന്നുമില്ല നമുക്ക്. അപ്പോൾ നമുക്ക് വലിയ പ്രശ്നമില്ല. എന്തായാലും നോക്കാം. ഇവിടെ ഒരു ഇതുപോലെ സ്റ്റോപ്പ് ഉണ്ട്. നമുക്ക് ഒരു പ്രാവശ്യം ഇവിടെ വന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇവിടെ ഇതൊന്ന് എക്സ്പ്ലോർ ചെയ്യണം. കുറേ പേര് ടെൻ്റൊക്കെ കെട്ടി ഉറങ്ങിയെന്ന് തോന്നുന്നു. താഴോട്ട് പോകുമ്പോൾ സൂക്ഷിച്ച് പോകണം. താഴോട്ടാണ് ഡേഞ്ചറസ്. മുകളിലോട്ട് അറ്റ്ലീസ്റ്റ് നമുക്ക് ആ ഒരു പിടുത്തുണ്ടാവും. പക്ഷെ താഴോട്ട് എന്ന് പറഞ്ഞാൽ പിടുത്തം വിട്ട് കഴിഞ്ഞാൽ ഒരു പോക്ക് അങ്ങനെ പോവും. ഓ ഇവിടെ ഫുൾ ടെൻറ്റുകളാണ്, ടെൻ്റ് ഏരിയ ഒന്നും. സൈഡിലോട്ടൊക്കെ നോക്കുന്നു, നമുക്കൊന്ന് ചുരുക്കാം. കാരണം സേഫ്റ്റി ഫസ്റ്റ്. അപ്പോൾ ഈ ഇറങ്ങിക്കഴിഞ്ഞ് നമ്മൾ നേരെ പമ്പിലോട്ട് പോകും. പമ്പിലെത്തിക്കഴിഞ്ഞാൽ പെട്രോൾ അടിക്കണം. പെട്രോൾ അടിച്ച് കഴിഞ്ഞാൽ നേരെ നമ്മൾ പിന്നെ അടുത്ത സ്വീകരണ സ്ഥലം മിക്കവാറും വീട് തന്നെ ആയിരിക്കും. എന്തായാലും പോയി നോക്കാം. പക്ഷേ ഇവിടുത്തെ ദുബായ് പോലീസ് ആൾ നീറ്റാണ്. അതായത് അത്യാവശ്യ ഘട്ടങ്ങളിൽ നമുക്ക് ഉപകരിക്കും. അത്യാവശ്യ ഘട്ടങ്ങളിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അല്ലാതെ എടുത്തോണ്ട് പോടാ നമ്മുടെ നാട്ടിലത്തെ പോലെ എന്താടാ അവിടെ വണ്ടി നിർത്തിയിരിക്കുന്നത്, ആ ഒരു വൈബല്ല. ആ ഒരു മൂടാണ് നാട്ടിൽ. പോലീസുകാരുടെ കണ്ണിൽ എല്ലാവരും കുറ്റക്കാരാന്ന് പറഞ്ഞത്. കറക്റ്റ് പോലീസിൻ്റെ പുറകെ നമ്മളെല്ലാവരും. പക്ഷെ അത് നല്ലതാട്ടോ. കുറേയൊക്കെ ഇവിടെ പോലീസുകാർ ഇതുപോലെ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഇപ്പോൾ ഈ സൈക്ലിംഗ് ഒക്കെ നടക്കുന്ന സമയത്ത് ദുബായ് പോലീസ് ഫ്രണ്ടിൽ വഴി സെറ്റ് ചെയ്യാനും എല്ലാത്തിനും ഹെൽപ്ഫുള്ളായിട്ടുണ്ടാവും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ ഈ പോലീസും നമ്മൾ ബാക്കിലുണ്ട് എന്ന് അറിഞ്ഞിട്ടുണ്ടാവണം. അങ്ങനത്തെ കാര്യത്തിലൊക്കെ അങ്ങനത്തെ കാര്യത്തിലല്ല, ജനറലി എല്ലാ കാര്യത്തിലും ദുബായ് പോലീസ് ഭയങ്കര കൂളാണ്. അപ്പോൾ നമുക്ക് ഈ സഞ്ചാരം ഇങ്ങനെ താഴോട്ട് വെച്ച് പിടിക്കാം. അപ്പോൾ നമ്മൾ ഏകദേശം താഴെ ജബൽ ജയ്സിൻ്റെ ഏകദേശം താഴെ എത്തി. ഇവിടുന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു റോഡിലോട്ട് നമ്മൾ കയറുന്നത്. നമ്മുടെ ജബൽ ജയ്സിൻ്റെ താഴെ തന്നെ ഇപ്പോൾ ഈ ലൈറ്റ് പോസ്റ്റൊക്കെ വെച്ചിട്ടുള്ള നല്ല രസമുള്ള റോഡുണ്ട്. അതെ ഇത് തന്നെ. അപ്പോൾ ഈ റൗണ്ട് ബോട്ടിൽ നമ്മൾ റൈറ്റ് എടുത്താൽ ആ റോഡിലോട്ട് എത്താം. അത് നീണ്ടു നിവർന്ന് കിടക്കുന്ന റോഡാണ്. പക്ഷേ റൈറ്റ് അല്ലേ? വെയിറ്റ്, എമിറേറ്റ്സ് റോഡ് അങ്ങോട്ടല്ലേ? ആ പമ്പിൽ കയറണം. യെസ്, നമുക്ക് പെട്രോൾ സ്റ്റേഷനിൽ കയറണം. പെട്രോൾ പമ്പ് കയറി കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് എടുക്കും. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ടാങ്ക് ഒന്ന് ഫില്ല് ചെയ്ത് പിന്നെ നമ്മൾ നേരെ വെച്ച് പിടിക്കുന്നതാണ്. അപ്പോൾ ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഞാനത് കാണിച്ചു തരാം റോഡ്. കാരണം അതെനിക്ക് കാണിച്ചു തരാൻ താല്പര്യമുണ്ട്. ഇതെന്താ ഇവിടെ നല്ല രസമായിട്ട്. ഓ ഇത് കൊള്ളാലേ. ഉണ്ടാക്കി വെച്ചുള്ളത് സൈക്കിൾ ഓടിക്കുന്നൊരു മനുഷ്യൻ. ഇവിടെ ബ്രേക്ക് ചെയ്യുമ്പോഴും എല്ലാം ഒന്ന് ശ്രദ്ധിക്കണം. ഞാനിത് പിടിക്കാൻ പോകാം. നമുക്ക് ഇതെടുക്കാം. ഇവിടെ സൂപ്പർ. യെസ്. അപ്പോൾ ഇത് നമ്മളിവിടെ എത്തി. ഇനി പെട്രോൾ അടിച്ചിട്ട്, ഇത് സെൽഫ് സർവീസ് ആണോ? അല്ല, ഇവിടെ നിന്ന് എന്തായാലും ക്യാമറയിലുണ്ടല്ലോ. ഫോട്ടോ ആണോ? അപ്പോൾ പെട്രോൾ അടിക്കട്ടെ. സൂപ്പർ ഫുൾ. ഇതെന്തുവാ ഇത്? ഫോണിൻ്റെ തൂങ്ങിക്കിടക്കുന്നു. നല്ല ഫ്യൂച്ചറിസ്റ്റിക് പമ്പ്. ഇതിൽ സ്ക്രീനൊക്കെ ഉണ്ട് ഈ പമ്പിൽ. അതെന്തിൻ്റെ മെഷീനിൽ. ഒരു ഫ്യൂച്ചറിസ്റ്റിക് വൈബ്. താങ്ക് യു. ഇനി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വെക്കണോ? അപ്പോൾ ഇനി അടുത്ത സ്വീകരണ സ്ഥലം മിക്കവാറും നേരെ ഡയറക്റ്റ്ലി പുറകോട്ടായിരിക്കും. പോസ് ഓക്കെ ആണോ? അപ്പോൾ HR നമ്മുടെ ഫോട്ടോ എടുക്കുന്നു. എടാ ഒരു ലാൻഡ്സ്കേപ്പ് എടുക്കുക. എനിക്ക് തംബ്നെയിലിൽ യൂസ് ചെയ്യാം. പോസ് ചെയ്യുന്നു.
HR ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇപ്പോൾ സമയം എത്രയെന്ന് അറിയോ? അയ്യോ ടൈം കാണിക്കുന്നില്ലല്ലോ. ഇപ്പോൾ സമയം ഏകദേശം 4 മണിയായിട്ടുണ്ടാവും ഇപ്പോൾ സമയം. അപ്പോൾ ഇനി ഇവിടുന്ന് നേരെ ഡയറക്റ്റ്ലി വീട്ടിലോട്ട് തന്നെ. വേറെ ഇനിയിപ്പോൾ സ്റ്റോപ്പുകളൊന്നും അതിൽ വരെ മുന്നുണ്ടാവാൻ ചാൻസ് ഇല്ല. ബാറ്ററി ഉണ്ടല്ലോ, ബാറ്ററി ഉണ്ട്. ഈ വെളിച്ചത്ത് ഇപ്പോൾ എല്ലാവരും വണ്ടി നല്ല നൈസായിട്ട് കാണാം. ജോർജിൻ്റെ വണ്ടി, എനിക്ക് ജോർജിൻ്റെ വണ്ടി കൂടുതൽ ഇഷ്ടമായി. കളറ് വെറൈറ്റി ഉണ്ട്. വെറൈറ്റി അല്ലേ. HR ഓൺ ഫോട്ടോഗ്രാഫി ഡ്യൂട്ടി. അതിൻ്റെ അടുത്ത് 2 സ്പോർട്സ് ബൈക്കുകൾ ഒരുമിച്ചെടുക്കാനാണ്. ഷായിൻ്റെ ട്രാക്ക് സ്യൂട്ട് ബൈക്കിൽ മാച്ച് ആവുന്നത്. ട്രാക്ക് സ്യൂട്ടിൻ്റെ കളർ ബൈക്കിൻ്റെ ആ ഗ്രേ കളർ സെയിം. പക്ഷേ ഈ പമ്പ് കൊള്ളാട്ടോ, നല്ല രസമുള്ള പമ്പ്. HR-ൻ്റെ ഹെൽമെറ്റിൻ്റെ ബാക്കിലൊക്കെ സൂം ചെയ്ത് കാണിക്കുക. HR-ൻ്റെ അവൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്, ECH_AAR. അപ്പോൾ അതെ അടുത്ത റോഡും കൂടെ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ബാക്കിൽ വണ്ടി വന്നിട്ടില്ല. ടൈഗർ, BMW, പാനിക്കാലെ V4S. നമുക്ക് ബാക്കി പിടിക്കാം. അതാകുമ്പോൾ എല്ലാവരെയും നമുക്ക് ക്ലിപ്പ് എടുക്കും. ഗമോൺ 6 men having a night ride, enjoying the time. നമ്മുടെ ഡോഡ്ജ് അല്ലേ പോകുന്നത്, റാം. അതെല്ലോ. അപ്പോൾ ഗൈസ് ലെറ്റ്സ് ഗോ. ഇനി ഞാൻ ആ റോഡും കൂടെ കാണിച്ചു തരാം. ആ റോഡും കൂടെ കാണിച്ചു തന്നാൽ എനിക്ക് കാണിച്ചു തരാൻ താല്പര്യമുള്ള റോഡ്. അതായത് ഇവിടുന്ന് നല്ല രസമാണ് ഇത് കാണാൻ. ഈ റോഡ് നേരെ പോയി കഴിഞ്ഞാൽ ഇതാണ് ആ റോഡ്. ഇത് കുറച്ചുകൂടെ ഈ ടേണിങ് കഴിഞ്ഞാൽ കുറച്ചുകൂടെ കാണാനൊരു രസം. നമുക്ക് വൈസർ ബോം ലെറ്റ്സ് ഗോ. ഓക്കെ, ഇവിടെ ക്യാമറ ഇല്ലെന്ന് തോന്നുന്നു. ഇതാണ് ആ റോഡ്. നല്ല രസമാണ്. നമ്മുടെ റാമല്ലേ? അതെ. ഇതാണ് ആ റോഡ്. ഈ ലൈറ്റ് ഇങ്ങനെ പോകുന്നത്, ഈ റോഡിൽ കൂടെ പോകുന്നത് കാണാൻ നല്ല രസമാണ്. ലൈറ്റ് പോസ്റ്റുകളും നല്ല നീണ്ട റോഡ്, ആവശ്യത്തിന് വെളിച്ചം. നമ്മുടെ നാട്ടിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ കുറവുള്ള ഒരു സാധനം ഇതാണ് ലൈറ്റ് പോസ്റ്റ്. പല റോഡ് ഇപ്പോൾ കുറേയൊക്കെ വന്നിട്ടുണ്ട്. നാട്ടിൽ എന്തൊക്കെയാണ് റോഡ് പണിയൊക്കെ നടക്കുന്നുണ്ടല്ലോ ഭയങ്കര ഹൈവേയുടെ. കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ വന്ന ഫുൾ പണിയായിരുന്നു. ഇന്ന് ഫൈൻ ഒന്നും കിട്ടിയിട്ടുണ്ടാവരുത് എന്നുള്ള ഒരു എന്താ പറയുക, ആ ഒരു പ്രാർത്ഥനയൊക്കെയുള്ളൂ. പയ്യെ എനിക്ക് കാശ് ഫൈൻ അടച്ച് തീർക്കാൻ. ജഗഞ്ച അവന്മാരെ കാണാനേ ഇല്ല. എൻ്റെ അമ്മേ. അത് മറ്റവന്മാരാ, എന്താ ബോബിച്ചനും ദീപും. പിന്നെ HR അവരെ കൂടെ പിടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. നല്ല രസമുള്ള റോഡല്ലേ ഇത്. നല്ല കാം ആൻഡ് ക്വയറ്റ്, നീറ്റ് ആൻഡ് ക്ലീൻ. നല്ല രസമുള്ള റോഡ് കണ്ടോ, നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒരു നീണ്ട കഥ. ജഗതി ഒരു പടത്തിൽ പറയും, ഒരു നീണ്ട കഥ. നല്ല അടിച്ചു വിനി പോകുന്നുണ്ട് എന്തായാലും. അപ്പോൾ നമുക്കിനി നേരെ വീട്ടിലേക്ക് ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടോ ലൈറ്റിങ്, ക്യാമറ എത്രത്തോളം നല്ലതെന്ന് പറയാൻ പറ്റില്ല. ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും 2 സൈഡിലും മലകളാണ്. അപ്പോൾ നമുക്ക് നേരെ പിടിച്ച് സ്ട്രെയിറ്റ് നമ്മുടെ പാർക്കിങ്ങിലോട്ട് നേരെ ഒറ്റപ്പെടുത്തം പിടിക്കാം. അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും കാഴ്ചകൾ കാണാണ്ടുള്ളതും കൂടെ നോക്കാം. നമ്മൾ ഏകദേശം പകുതി വഴിയായെന്ന് തോന്നുന്നു. പക്ഷെ എന്നാലും ഞാൻ പണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സ്ട്രെയിറ്റ് ഒറ്റ പിടിക്കുക എന്ന് പറഞ്ഞ് വൻ ബോറിങ്ങാണ്. അതായത് എന്തെങ്കിലുമൊക്കെ വേണം, ഇടയ്ക്ക് നിർത്താനോ അല്ലെങ്കിൽ വളഞ്ഞ് തിരിയാനോ റൗണ്ട് അബൌട്ടോ സിഗ്നലോ എന്തെങ്കിലും. അല്ലെങ്കിൽ പിന്നെ ഈ റോഡിൽ അതിന് മാത്രം കാഴ്ചകൾ, സൈഡിലൊരു എന്താ പറയുക ഒരു കടൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ബീച്ച് സൈഡിൽ കൂടെ ഒക്കെ ആണെങ്കിൽ അതൊക്കെ രസമാണ്. ഈ ഒരു എമിറേറ്റ്സ് റോഡ് തന്നെ പിടിക്കാന്ന് പറഞ്ഞ് എന്താ പറയുക മടുപ്പ് വരും. കുറേ ഓടിക്കഴിയുമ്പോൾ മടുപ്പ് വരും. എസ്പെഷ്യലി ഇപ്പോൾ സമയം എന്തായി, ഇപ്പോൾ 4:50 സമയം, പുലർച്ചെ 4:50, 5 മണി ആവാറായി. ഈ സമയത്ത് ഉറക്കം കളഞ്ഞ് ഇത് ഇങ്ങനെ സ്ട്രെയിറ്റ് പിടിച്ച്, പിന്നെ നമ്മുടെ വണ്ടിക്കാണെങ്കിൽ ഇതില്ല, ക്രൂസ് കൺട്രോളും ഇല്ല. അപ്പോൾ അത് വെറുതെ നമ്മളതങ്ങനെ ത്രോട്ടിൽ കൈകൊണ്ട് അങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുക. അപ്പം എൻ്റെ വലത്തെ കൈയും ഏകദേശം തരിച്ചു തുടങ്ങിയതല്ല, ഓൾറെഡി തരിച്ചു. പക്ഷേ ഞാനിപ്പോൾ വണ്ടി നിർത്തി കഴിഞ്ഞാൽ പിന്നെ ഞാൻ നിർത്തിയിട്ട് പിന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ പിന്നെയും സമയം വെറുതെ പോകും. അപ്പോൾ മാക്സിമം നമ്മൾ നേരത്തെ അങ്ങോട്ട് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ചെന്നിട്ട് നന്നായിട്ട് ബെഡിൽ എന്താ പറയുക കിടന്ന് പുതച്ച് മൂടി കിടന്നുറങ്ങാൻ പറ്റും. അപ്പോൾ അതാണ് നമ്മുടെ ഇപ്പോൾ ഉള്ള ഗോള്. പക്ഷേ അതുവരേക്കും നമ്മൾ ഈ ഒരു പിടുത്തം അങ്ങനെ പിടിക്കണം. പക്ഷേ വണ്ടിക്ക് ക്രൂസ് കൺട്രോൾ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എനിക്കിപ്പോൾ തോന്നും. കാരണം അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ക്രൂസ് കൺട്രോൾ ഇട്ടാൽ മതി. ഞാൻ ഈ ത്രോട്ടിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കേണ്ട. അപ്പോൾ ഈ കൈ തരിക്കുന്ന പ്രശ്നമില്ല, കൈ വേദന എടുക്കുന്ന പ്രശ്നമില്ല. പക്ഷേ സ്റ്റിൽ
നമ്മൾ ഓട്ടോമാറ്റിക്കും മാനുവലും ഓടിക്കുമ്പോൾ കാറുകളുടെ കാര്യം പറയില്ലേ, കുറച്ചൊക്കെ ഒരു ബുദ്ധിമുട്ട് വേണം. എന്നാലല്ലേ നമ്മളത് ഒരു ഓടിക്കുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മാനുവലി നമ്മളാണ് ഈ യന്ത്രം പ്രവർത്തിപ്പിക്കുന്നത് എന്നുള്ളൊരു തോന്നൽ വരുള്ളൂ. മറ്റേത് കംപ്ലീറ്റ് ഈ ടെക്നോളജി ആയിക്കഴിഞ്ഞാൽ പിന്നെ അതിലൊരു ഫണ്ട് പോകുമല്ലോ. അതൊരു എന്താ പറയുക, ഒരു രസം ഉണ്ടാവില്ല, ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത പോലെയാവും. അപ്പോൾ ആ രീതിക്ക് ആലോചിക്കുമ്പോൾ ഇത് തന്നെയാണ് ബെറ്റർ. പിന്നെ ഇന്ന് നമ്മളവിടെ സംസാരിക്കുന്നത് എല്ലാ വണ്ടികളുടെ കുറിച്ചും. അപ്പോൾ അമിത് പറയുന്നുണ്ട് ഈ വണ്ടി എന്താ പറയുക, കേടുവാ എന്ന് പറഞ്ഞാലും വണ്ടി കേട് വരത്തില്ല. എന്നിട്ട് അവിടെ തുപ്പുന്നുണ്ട്, ഈ പോരുന്ന വഴിക്ക് എങ്ങാനും കേട് വരാണ്ടിരിക്കട്ടെ. അപ്പോൾ ബേസിക്കലി ഞാൻ പറയാൻ വന്നത് അതാണ്. കുറേ സ്ട്രെയിറ്റ് ഇതുപോലെ ഇങ്ങനെ പിടിച്ചു കഴിയുമ്പോൾ ഒന്ന് നമ്മുടെ മൈൻഡ് ഭയങ്കരമായിട്ട് ബോറടിക്കും, ഒരു മൂഡുണ്ടാവില്ല. അതാണ് പിന്നെ ഞാനിപ്പോൾ ക്യാമറ ഒന്ന് ഓൺ ചെയ്തിട്ട് നിങ്ങളുടെ അടുത്ത് സംസാരിക്കാമെന്ന് വെച്ചാൽ പിന്നെ ഈ കാര്യം ഷെയർ ചെയ്യുകയും ചെയ്യാം. പിന്നെ ക്രൂസ് കൺട്രോൾ ഇല്ലാത്ത നമ്മുടെ ഇതുപോലുള്ള വണ്ടിയാണെങ്കിൽ ഇപ്പോൾ ഈ സംഭവിച്ച പോലെ എൻ്റെ വലത്തെ കൈ ചെറുതായിട്ട് ധരിച്ചു. അപ്പോൾ ആ വലത്തെ കൈ ത്രോട്ടിൽ പിടിച്ച് അത് ധരിക്കാൻ തുടങ്ങി. അതാണ് സംഗതി. ഇപ്പോൾ ഇനി ഏകദേശം നമുക്ക് വീട്ടിലേക്ക് എത്താൻ ഇനിയും ഒരു എത്ര കിലോമീറ്റർ ഉണ്ടാവും, ഇവിടെ ബോർഡും കാണുന്നില്ല. എന്തായാലും ഒരു 60 കിലോമീറ്ററെങ്കിലും കാണണം. നമ്മളിപ്പോൾ ഏകദേശം ഷാർജയിലെത്തി. ഷാർജ യൂണിവേഴ്സിറ്റി എയർപോർട്ടൊക്കെ കഴിഞ്ഞു. അതിൻ്റെ പാരലലി എയർപോർട്ട് ത്രൂ അല്ല നമ്മൾ പോകുന്നത്, പക്ഷേ എയർപോർട്ടിൻ്റെ ആ ഒരു ഡിസ്റ്റൻസൊക്കെ താണ്ടി നമ്മൾ. അപ്പോൾ ഇനി കുറച്ചുകൂടെ ചെന്നിട്ട് നമുക്ക് എക്സിറ്റ് എടുത്തിട്ട് 611 മാറാവുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി നേരെ അങ്ങോട്ട് വെച്ച് പിടിപ്പിക്കാം. ഐ വിൽ സീ യു ഗൈസ് ഇൻ എ ബിറ്റ്. നമ്മുടെ തൊട്ട് ബാക്കിൽ ഷാഹിനും ജോർജും ഉണ്ടായിരുന്നു. അവരെന്നെ കണ്ടോ ഇല്ലയെന്നറിയില്ല. കാരണം ഞാൻ ഏറ്റവും ലാസ്റ്റ് ലെഫ്റ്റ് സൈഡിലുള്ള ട്രാക്കിലും അവരേറ്റവും റൈറ്റ് സൈഡിലത്തെ ട്രാക്കിലുമായിരുന്നു. നമ്മൾ ഏകദേശം എത്താറായി. ഇവിടെ എമിറേറ്റ്സ് ഓപ്ഷൻ്റെ പാർക്കിങ്ങില്ല. ഒരു പ്രാവശ്യം നമ്മുടെ ഇതായി പോയിട്ടുണ്ട്, എന്താണ് നമ്മുടെ അൾട്ടിമ ഒരു പ്രാവശ്യം ഇമ്പൗണ്ട് ആയി പോയിട്ടുണ്ട്. അത് ഇവിടെ ആയിരുന്നു കൊണ്ടിട്ടുണ്ടായിരുന്നു. അന്ന് എത്ര ദിവസം അൾട്ടിമ ഇമ്പൗണ്ട് പോയത്, കുറച്ച് ഒരാഴ്ച കൂടുതൽ, ഒരു 10 ദിവസമോ 15 ദിവസം എങ്ങാനും അൾട്ടിമ ഇമ്പൗണ്ടിലായിരുന്നു. അങ്ങനെ പിന്നെ വന്ന് ഫൈനൊക്കെ അടച്ച് ഇമ്പൗണ്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വന്ന്. പക്ഷെ അന്ന് ആ ചൂടത്ത് കിടന്നതിന് ഒരുപാട് ചൂടത്ത് ഇവർ പുറത്തുള്ള ഇടുന്നത് ചൂടത്ത് അങ്ങനെ പുറത്തിടും വണ്ടി. അതങ്ങനെ കിടന്നിട്ട് അതിൻ്റേതായിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ വണ്ടിയിലുണ്ടായിരുന്നു. പക്ഷെ പിന്നെന്താ, നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല, ഒന്നും പറയല്ലേ അതിൽ. ഇറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഏകദേശം നമ്മൾ എത്താറായി. നമ്മൾ നേരെ ചെന്ന് നല്ലൊരു ഉറക്കം വേണം എന്തായാലും. അപ്പോൾ ഉറങ്ങുന്നതിന് മുന്നേ ഇനിയിപ്പോൾ വല്ല കാഴ്ചകളും പോകുന്ന വഴിക്ക് വല്ലതും ഉണ്ടോ എന്നുള്ളത് കൂടെ നോക്കണം. നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, ആ റൗണ്ട് അബൌട്ട് തിരിഞ്ഞപ്പോൾ ഒരു ബൈക്കുകാരൻ പോയിട്ട് നേരെ കൈ കാണിച്ചത്, കൈ വേവ് ചെയ്ത് കാണിച്ചു. ഇത് ബൈക്ക് ഓടിക്കുന്നവർക്ക് അറിയണ്ടാവും. ജനറലി ഒരു ബൈക്കുകാരൻ വേറെ ബൈക്കുകാരെ കാണുമ്പോൾ വെറുതെ ജസ്റ്റ് ഒന്ന് കൈ വേവ് ചെയ്യും. അതായത് സേഫായിട്ടുള്ള സിറ്റുവേഷനിലാണെങ്കിൽ. അല്ലാതെ റൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പല ടേൺ എടുത്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കൈയൊക്കെ ഊരിയിട്ട് വേവ് ചെയ്യാനൊക്കെ നിന്ന് കഴിഞ്ഞാൽ പട്ടലം മറിഞ്ഞു വീഴും. പുലർച്ചെ ഈ സമയം അതൊരു ദാറ്റ്സ് എ ഗുഡ് പോസിറ്റീവ് എനർജി. സമയം എന്താ 5:10 ആവാറായി രാവിലെ. ഇനി ഉറങ്ങണം. എങ്ങനെയെങ്കിലും ഞാൻ എന്നെ തള്ളിയിട്ട് ഞാൻ തന്നെ ബെഡിലിട്ട് ഞാൻ തന്നെ ഉറക്കും. അല്ലെങ്കിൽ ഫങ്ഷൻ ചെയ്യാൻ പറ്റില്ല. കാരണം എനിക്ക് ഇന്ന് പരിപാടിയുണ്ട്. ഉറക്കം മസ്റ്റാണ്, ഉറക്കം നോ കോംപ്രമൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ പാർക്കിംഗ് പിടിക്കാം. അവസാനം നമ്മൾ വീട്ടിലെത്തിയിരിക്കുന്നു. ഇനി നല്ലൊരു ഉറക്കമാണ് ആവശ്യം. നമുക്ക് ഈ ക്യാമറ ഒന്നൊക്കെ എല്ലാം ഊരണം. ഇത് ഊരി സാധനം പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടി കഴിഞ്ഞ്. ഇന്ന് ഒരു ദിവസം കൊണ്ട് നമ്മൾ ചെയ്തത് 2 റൈഡാണ്. ഒറ്റ സിംഗിൾ ഡേ കൊണ്ട് 2 റൈഡ് നമ്മൾ കവർ ചെയ്തു. അപ്പോൾ വണ്ടി ഇവിടെ ഇരിക്കട്ടെ, ഇതെല്ലാം ഊരാൻ വലിയ പണിയൊന്നുമില്ല, ഈസിയാണ്. അപ്പോൾ അതായിരുന്നു ഗൈസ് ഇന്നത്തെ റൈഡ്. അപ്പോൾ ഇനി ഇതെല്ലാം ഇന്ന് രാത്രി തന്നെ ബെസ്റ്റ്. ഇന്ന് രാത്രി തന്നെ എയ്വലിന് ഒരു മിനിറ്റ്, ഞാൻ അനങ്ങിയാൽ ഇവിടെ ലൈറ്റ് വരുള്ളൂ കേട്ടോ. ഞാൻ ക്യാമറ ഒന്ന് ഊരട്ടെ. ഇന്ന് രാത്രി തന്നെ ഇതെല്ലാം എയ്വലിന് അയച്ചു കൊടുക്കണം. അതാകുമ്പോൾ നാളെ ഡേ ടൈം അവൻ ഇരുന്ന് ചെയ്തോളൂ. എനിക്ക് നാളെ എന്തായാലും ഞാൻ ഉറക്കമായിരിക്കും. അപ്പോൾ ഇതിന് തൊട്ട് മുന്നുള്ള ഒരു വ്ളോഗും കൂടെ അവൻ ഷെയർ ചെയ്യേണ്ടത് ഇന്ന്, അതായത് രാവിലെ ഞാൻ ഉറങ്ങി എണീക്കുമ്പോഴേക്കും മിക്കവാറും അവനത് ഫിനിഷ് ചെയ്ത് ഇടേണ്ടതാണ്. അപ്പോൾ യെസ്, ലൈറ്റ് വന്നു. അപ്പോൾ ഗൈസ് അതായിരുന്നു ഇന്നത്തെ റൈഡ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. എന്തെങ്കിലും നിങ്ങൾക്ക് കമൻറ്റുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യും. അതനുസരിച്ച് നമുക്ക് ബാക്കി വ്ളോഗുകളും ബാക്കി കാര്യങ്ങളും എല്ലാം നിങ്ങളുടെ പണ്ട് നമ്മുടെ ടി വിയിൽ പറയില്ലേ, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾ എഴുതി അറിയിക്കുക, ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. അതാകുമ്പോൾ അതനുസരിച്ച് നമുക്ക് ബാക്കി വ്ളോഗുകളും ബാക്കി കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. I will see you guys in the next one.